മണം അവളെ പരത്തി ചെന്താമരം ചേരും പെണ്ണൊരുത്തി ചെങ്കവിള്ളോരത്ത് ചിരി പരത്തി ചെമ്പരത്തി നല്ല ചെമ്പരത്തി ചന്ദന മണം അവളെ. ഹലോ പ്രൊമോസറെ, നമ്മൾ കോഴിക്കോട് നിന്നിട്ട് തെറ കാണാൻ പോയതാണ്. അവിടുത്തെ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ മൊത്തം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോക്കിയിരുന്നു പോയത്. അത്രയ്ക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇത് കണ്ടു കഴിഞ്ഞ് നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു വൈഭവം തോന്നും കേട്ടത്. അവിടുത്തെ ഏറ്റവും വലിയ ഒരു നാഗര ക്ഷേത്രമാണ്, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോഴിക്കോട്. നമ്മൾ അവിടെ ഇവർ കയറി പോകുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് അത് ഗുളിക ക്ഷേത്രം എന്നാണ് പറയുന്നത്. അത് ഗുളികനെ അവിടെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. താഴെ നാഗരി വരുന്നത്, താഴെ പിന്നെ മുത്തപ്പൻ, അങ്ങനെ കുറേ പ്രതിഷ്ഠകൾ വരുന്നതാണ്. ഞാൻ തൊഴാനൊന്നും കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ അവിടെ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ നോക്കിയിരുന്നു പോകും. അവർ പുരവ ഇടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ ഓരിയിടുന്ന ആ ഒരു ഇതിലാണ് അവർ ചെയ്യുന്നത്. അത് കൂപ്പിടുക എന്ന് പറയും. അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കേൾക്കുമ്പോൾ നമ്മൾ നോക്കിയിരുന്നു പോകും. അങ്ങനെ ഒരു സംഭവമാണ്. ഇത് ഏറ്റവും കൂടുതൽ തിറ വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് വയനാട്, കോഴിക്കോട്, പിന്നെ ഉള്ളത് കണ്ണൂർ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിറയ്ക്ക് ഭയങ്കര ഇതുള്ളത്. അവിടെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതെല്ലാം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും പോയി കാണാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കണ്ടിട്ട് പിന്നെ തിരിച്ചിങ്ങ് പോന്നു. 3 ദിവസത്തെ ഉത്സവമായിരുന്നു അവിടെ വരുന്നത്. അന്നദാനം, ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് അവസാനത്തെ ദിവസത്തെ ഇതായിരുന്നു. ഇത് കാണേണ്ടത് തന്നെ. അത് അവിടുത്തെ മേലത്തെ ഗുളികൻ്റെ അവിടെ പോയി അവർ എന്തൊക്കെയോ ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങിയായിരുന്നു. അത് തന്നെ നമ്മൾ നോക്കിയിട്ട് അവിടെ ഇരുന്ന് കൊച്ചുങ്ങളെല്ലായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർ പേടിച്ചു പോയി. കാരണം കയ്യിൽ വാളിരിക്കുകയല്ലേ, അതുകൊണ്ട് വല്ലതും ചെയ്യുമോ. അവർ അനുഗ്രഹം കയറിയിട്ട് ദേവി നാഗരോ ദേഹത്ത് കൂടിയിട്ട് ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ടാണ് പുള്ളി അവിടെ നിന്നിട്ട് എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ അപ്പം പേടിച്ചു പോയായിരുന്നു. എന്നാലും ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ഒരുപാട് പേര് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തൂടെ എന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ സംഭവം നമ്മൾ കണ്ട് നോക്കിയിരുന്നു. ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിലൊക്കെ വല്ലാത്തൊരു ഇത് തോന്നും. അത് കണ്ടുകൊണ്ടിരിക്കും. രോമാഞ്ചം എന്ന് പറയുക, അതുപോലെ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ വാളും കൊണ്ട് വരുന്ന സമയത്ത് അത് പേടിച്ചിരുന്നു. അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ ഇരുന്നാലേ എല്ലാം കാണാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കയറി ഇരുന്നത്. ഒരു വൈകിട്ട് ഒരു സന്ധ്യ 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായി. അപ്പോൾ കാലൊന്നും പോലും സ്ഥലമില്ലാത്തൊരു അവസാന ദിവസം ആയതുകൊണ്ടായിരിക്കും അത്രയും ആൾക്കാരുള്ളത്. ഈ തിറ എന്ന് പറഞ്ഞാൽ അവരൊരു ഐതിഹ്യം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അത് അവിടുന്ന് തുള്ളിക്കൊണ്ട് വന്നിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് അകത്ത് കയറി വേറെ എന്തൊക്കെയോ അവരവിടെ പറഞ്ഞായിരുന്നു. എനിക്ക് വലുതായിട്ട് പിടി കിട്ടിയില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് മുന്നേർക്കാർക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞു. ഞാൻ ചോദിച്ചാൽ അവിടുത്തെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്തോ എനിക്ക് അറിഞ്ഞു. കോഴിക്കോട്ടുകാർ കുറേ പേരൊക്കെ അവിടെ വന്ന് ചുറ്റി ഇരുന്നിട്ട് കഥ അറിയാതെ ആട്ടം കാട്ടെടുക്കാൻ കുറേ പേര് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഞാൻ ഉള്ളതുപോലെ കണ്ടിട്ട് ഞാനും അതുപോലെ വന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വൈകിട്ട് 7 മണിയായ സമയത്ത് ഇവരെല്ലാവരും കൂടെ മേളിൽ ഈ കറുത്ത തുണിയെല്ലാം കെട്ടിയിട്ട് മേളിൽ പോയി പിന്നെ തുള്ളുന്ന ഭാഗമാണ്. അത് തുള്ളിയിട്ട് അവിടെ നിന്ന് ഉറക്കി കുരവയിട്ട് അത് ദേവിയെ പ്രസാദിപ്പിച്ചിട്ടാണ് പിന്നെ ഇറങ്ങി വരുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ പക്ഷേ ആരും തൊഴാൻ പോകണമെന്നൊന്നും ഞാൻ വലുതായിട്ട് കണ്ടില്ല. കുറച്ച് ആൺകുട്ടികൾ മാത്രമേ, ലേഡീസ് ആരും പോകണത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതുപോലുള്ള കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്ത് കാണുന്നത് വലിയ മനസ്സിന് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതായിരിക്കും. യാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതും ഇങ്ങനെ വിശേഷപ്പെട്ട് അതായത് കുറച്ച് ക്രേസ്, അതായത് ട്രെൻഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഭയങ്കര ഇതായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ആ കുട്ടികളെല്ലാം ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞാൽ ഇത് കണ്ട് പേടിച്ചിട്ടാണ് അവർ ഇറങ്ങിപ്പോണത്. അവർക്ക് എന്തോ ഒരു ഭയം പോലെ തോന്നി. കാരണം നന്നായിട്ട് ഏറ്റവും ലാസ്റ്റ് വൈകിട്ട് വേറൊരു തിറ വരും. ആ സമയത്ത് ഭയങ്കരമായിട്ട് അവർ നന്നായിട്ട് പേടിച്ചു. കുറേ കുട്ടികളൊക്കെ കരയുന്നുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ മൂത്ത ആൾ, ഇറങ്ങി വരുന്ന ആൾ, അതിൻ്റെ തലൈവരെന്ന് പറയും. ആ ആളാണ് ഇവർ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികൾ ഇതേപോലെ തോർത്ത് കൊടുത്ത് വേക്കനെ പോയി ഇതെല്ലാം അവിടെ പൂജിച്ച് അവർ ഹാരം കഴുത്തിലിട്ടിട്ട് അവിടെ നിന്ന് കുരവയിട്ടാണ് ദേവിയെ ഉണർത്തുന്നത്, നാഗരെ ഉണർത്തുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.